നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റിന് ഞാനോട്ടിനെ വിളിക്കാൻ പോകുമ്പോഴായിരിക്കും ആ മഴ പെയ്യണേന്നോർത്ത് ഞാൻ അങ്ങനെ ഇരിക്കുവായിരുന്നേ. 5 മിനിറ്റിൽ തന്നെ മഴ മാറി കിട്ടിയിട്ടോ. പിന്നെ വേഗം പോയി ഞാനോട്ടിനെ വിളിച്ചോണ്ട് വന്നതേ കഴിക്കാൻ കൊടുത്തേ. പണ്ടൊക്കെ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടിനായിരുന്നു മധുരമെങ്കിൽ ഇപ്പോൾ വൈറ്റിനാട്ടോ മധുരം കൂടുതൽ. പിന്നെ ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങിയിട്ട് അവിടെ ചെന്നത്തേക്കും പപ്പ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. ചോട്ടും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും ചേച്ചി എവിടെയെന്ന് ചോദ്യമായിരുന്നേ. ചേച്ചി സ്കൂളിൽ പോയേക്കോ എന്നപ്പോഴത്തേക്കും പിന്നെ അടുത്ത ചോദ്യമായിട്ടോ. നാനുച്ചി എന്നും ഈ സ്കൂളിൽ പോക്കാണല്ലോ എന്നായേ. ഇത് ഞാൻ നാനോട്ടോട് പറഞ്ഞപ്പോണ്ടായ മറുപടി എന്താണെന്നറിയോ? ചേച്ചിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നും അല്ല, ഈ എൽദോപ്പയും മിമ്മി കൂടി അങ്ങ് തള്ളി പറഞ്ഞു വിട്ടോണ്ട് പോണതാന്നൊക്കെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. നാനോട്ടിനെ ട്യൂഷൻ ആക്കിയിട്ട് പിന്നെ ഞാൻ നേരെ KPM ഫ്രിഡ്ജിൽ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് നല്ല മഴയൊന്നും ഇടയ്ക്ക് കുറഞ്ഞ ഗ്യാപ്പ് നോക്കി ഞാൻ ഇറങ്ങിയിട്ട് പോണ വഴിക്ക് നാനോട്ടിനെ വിളിച്ചോണ്ടാട്ടോ പോയത്. രാവിലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടാട്ടോ പോകുന്നത്. ചപ്പാത്തിയുടെ പാക്കറ്റ് മേടിച്ചോണ്ട് വന്നോണ്ട് തന്നെ പണി എളുപ്പമായേ. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ചേട്ടായിക്ക് ഒരു കപ്പ് ചായയും കൂടി അങ്ങ് വെച്ച്. ഗ്രീൻ പീസ് ഓവറായിട്ട് വെന്ത് പോകുന്ന മേടിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാട്ടോ. അതിടയ്ക്ക് ഒരു സൗണ്ട് പോലെ ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.